ഗൈസ് നമ്മൾ ഈ ഒരു ഗെയിമിലുള്ള എല്ലാ ചീറ്റ് കോഡ്സും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഈ ഒരു അപ്ഡേറ്റ് വന്ന മുഴുവൻ ചീറ്റ് കോഡ്സ് ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലഗിങ്ങിന് ആപ്പുകളൊക്കെ എങ്ങനെ ഉപയോഗിക്കാതെ എങ്ങനെ വെഹിക്കിൾസുകളൊക്കെ എടുക്കാൻ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബസ്സിൻ്റെ ചീറ്റ് കോഡ് ഇതിനെ തുടങ്ങാം. 55 99 കാലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ബസ്സുകളൊക്കെ നമുക്കിവിടെ കിട്ടും. പിന്നെ നമ്മൾ 8 കാലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു സ്വിഫ്റ്റ് കാറുകളൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു സ്വിഫ്റ്റ് കാറൊക്കെ നമുക്ക് പ്ലഗിങ് ആപ്പ് ഉപയോഗിച്ചിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അല്ല നിങ്ങൾ 8 7 കാലിലൊന്നും അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒമിനി വാൻ സ്വിഫ്റ്റ് കാറൊന്നും കിട്ടത്തില്ല. ഓക്കെ, പിന്നെ 83 70 കാലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോറിക്ഷകളൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ 3005 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ നിസാൻ ജി ടി കാറ്, പിന്നെ നമ്മളെ ഈ ഒരു നിസാൻ ജി ടി കളറുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു 3001 കാലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോട്ടും കാലൊക്കെ നമുക്കിവിടെ കിട്ടും. പിന്നെ നമ്മുടെ 91 കാലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ കിണ്ണം കാച്ചി ഇവിടെ കിട്ടും. പിന്നെ 66 77 അടിച്ചാൽ നമ്മളെ JCB, നമ്മൾ ന്യൂ ആയിട്ട് ഒന്ന് അപ്ഡേറ്റ് വന്ന് നമ്മളെ JCB. പിന്നെ 88 80 കാലൊക്കെ അടിച്ച് ഹമ്മർ കാറുകളെല്ലാം കിട്ടും. പിന്നെ 81 00 അടിച്ചാൽ ബൊലേറോ കിട്ടും നമ്മളെ. അപ്പോൾ നമ്മളെ ബൊലേറോ കിട്ടും. പിന്നെ നമ്മളെ 30 20 കാലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ജെറ്റ് പാക്ക് കിട്ടും. പിന്നെ 30 അടിച്ച് കഴിഞ്ഞാൽ 30 20 അല്ല 30 അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മിനി ജെറ്റ് പാക്കുകളൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു കോഡുകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ല, എന്താണ് ഞാനൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുമ്പോൾ ചെറുതായിട്ട് തെറ്റിപ്പോകുന്നു, ക്ഷമിക്കൊക്കെ. പിന്നെ 81 23 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു നിസാൻ ജി ടി കാറുകളൊക്കെ കിട്ടും. നിസാൻ അല്ല GTR കാറൊക്കെ കിട്ടും. പിന്നെ 88 11 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫെറാറി. പിന്നെ 440 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ മിലിറ്ററി ടാങ്കർ. പിന്നെ 20 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു പുതിയതായിട്ട് നമ്മളെ ഒരു കാറ് കിട്ടും. പിന്നെ 12 അടിച്ച് നമ്മളെ ലോറി. പിന്നെ നമ്മളെ 0 12 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ബാക്കിൽ കാരിയറുള്ള ലോറി, ട്രെയിലറുള്ള ലോറികളൊക്കെ കിട്ടും. പിന്നെ 60 6 അടിച്ച് കഴിഞ്ഞാൽ ഫയർ എഞ്ചിൻ കിട്ടും. 66 ആണെങ്കിൽ നമ്മളെ ഫയർ എഞ്ചിൻ്റെ ചീറ്റ് കോഡ്. പിന്നെ 100 101 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു കാറിൻ്റെ പേരറിയാമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. 101 1001 അടിച്ച് കഴിഞ്ഞാലാണ് ഈ ഒരു കാർ കിട്ടണം. അത് കഴിഞ്ഞാൽ 300 അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് വല്ല വൃത്തിയായിട്ട് അറിഞ്ഞുള്ളൂ, സൂപ്പർ കാർസ് എന്ന് മാത്രമേ അറിയാവൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരൊന്നും ഇതൊരു ഇത്രയും കാലം കൊണ്ട് ഗെയിം കളിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ പേരും കാണുമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ 400 അടിച്ച് കഴിഞ്ഞാൽ വേറൊരു കിണ്ണം കാച്ചി കാർ കിട്ടും. പിന്നെ 33 കാലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാറ് കിട്ടും. പിന്നെ 444 അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിഞ്ഞുള്ളൂ, ചില കാറിൻ്റെ പേരൊക്കെ അറിയാം. പിന്നെ 1000 അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോർച്യൂണർ കിട്ടും നമുക്ക്. ഇതിൻ്റെ പേരൊക്കെ എനിക്കറിയാം. പിന്നെ നമ്മുടെ 200 അല്ലെ 2000 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ റോൾസ് റോയ്സ് നമുക്ക് കിട്ടും. എനിക്ക് ചിലതിൻ്റെയൊക്കെ പേര് അറിയാവും. ഓക്കെ, പിന്നെ 66 അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാറിൻ്റെ പേരെന്ന് എനിക്ക് വൃത്തിയായിട്ട് അറിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ അറിഞ്ഞുകൂടാത്തതും അറിയാവുന്ന കുറേ ചീറ്റ് കോഡ്സ് ഈ ഒരു ഗെയിമിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ടൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മളെ ഈ ഒരു ഇന്നത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ കൂട്ടർ ആ വീഡിയോസിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചോദിച്ചിട്ടാണ് നമ്മളെ ഈ ഒരു ക്യാമറകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വരുമെന്ന്. കഴിച്ചപ്പോൾ അവരുടെ നമ്മൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിച്ചപ്പോൾ ഈ ക്യാമറ എന്തായാലും ഇപ്പം ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഇപ്പം നിങ്ങൾക്ക് ഈ ക്യാമറ കളിക്കണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTA എന്നുള്ളൊരു ഗെയിമുണ്ട്. അതിലും കാലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാറല്ലേ നമ്മുടെ ക്യാമറകളൊക്കെ എടുത്ത് ഓട്ടിക്കാൻ പറ്റും. അപ്പം കഴിച്ചപ്പോൾ ഈ ഒരു ക്യാമറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ നമ്മൾ എലിഫൻറ്റ് പോലെ ആയിരിക്കും. നമ്മളെ ഈ ഒരു പ്ലഗിങ് ആപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളെ ക്യാമറ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരും. നമുക്ക് ക്യാമറ റൈഡൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അപ്പം അത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ പിന്നെയും ഒന്നും നിങ്ങളുടെ ക്യാമറയുടെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാത്തത്. പിന്നെ നമ്മുടെ കുറേ കൂട്ടുകാർ സൈറനെട്ട് എന്ന് പറയുന്ന മോൺസ്റ്റർ വരുമെന്ന്. ഗൈസ്, അപ്പോൾ ഈ ഒരു സൈറനെട്ട് എന്ന് പറയുന്ന മോൺസ്റ്ററിനെ കുറിച്ച് എല്ലാ കൂട്ടുകാർക്കും അറിയാം. സൈറനെറ്റിൻ്റെ മോൺസ്റ്റർ സീരീസുകൾ കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സൈറനെട്ട് മോൺസ്റ്റർ. അതിനെ കൊണ്ടുവരാൻ നല്ല മെനക്കേടാണ്. നമ്മുടെ ഡെവലപ്പേഴ്സ് പറഞ്ഞൊരു കാര്യമാണ്, നല്ല മെനക്കേടാണ്. ഈ ഒരു സൈറനെറ്റിനെ കൊണ്ടുവരാൻ തന്നെ നല്ല മെനക്കേടാണെന്ന് കുറേ പ്രാവശ്യം നമ്മുടെ ഈ ഒരു മെക്കാനിക്സ് നമ്മളെ ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ പറഞ്ഞു. പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ കുറേ നാളുകൊണ്ട് വീഡിയോ ഇട്ടേ നമ്മളെ സൂപ്പർ മാർക്കറ്റ് നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണമെന്ന്.
ഗൈസ് ഈ ഒരു സൂപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെയാണ്, അതും മെനക്കേട്ട് പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും സൂപ്പർ മാർക്കറ്റ് ഞാൻ ഇത്രയും ദിവസത്തെ വീഡിയോ ഉണ്ട്, എല്ലാ അപ്ഡേറ്റിലും ഞാൻ എല്ലാ കാര്യവും ഓരോ നമ്മളെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മളെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ നമ്മളെ പോലീസ് സ്റ്റേഷൻ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നു. പിന്നെ നമ്മളെ മിലിറ്ററി ബേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കുറേ ബേസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ വരും അപ്ഡേറ്റ്സിലൊക്കെ അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് നമ്മളെ ഡെവലപ്പേഴ്സ് എല്ലാം ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ഗെയിം നമ്മുടെ മൊബൈൽ ഫോൺ GTA 5 ആക്കി ഇറക്കും എന്നാണ് ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ നമ്മുടെ അടുത്ത് പറഞ്ഞു. പി സി ഇല്ലാത്തൊരു വിഷമിക്കുന്നുണ്ടാകാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഗെയിം നമ്മളെ ഭാവിയിൽ നമ്മളെ GTA 5 മൊബൈൽ GTA 5 ആക്കി എടുക്കുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞ. കുറേ മൗണ്ടെയ്ൻസും പിന്നെ ഓഫ് റോഡും വെഹിക്കിൾസും പിന്നെ വെർച്വൽ റിയാലിറ്റി പവർ വണ്ടിയൊക്കെ റിയാലിറ്റിയൊക്കെ കൊടുത്ത് അടിപൊളി നമ്മളെ ഒറിജിനൽ നമ്മളെ GTA 5 ഗ്രാഫിക്സ് ഒക്കെ കയറ്റി അടിപൊളി ആക്കുമെന്നാണ് ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ പറഞ്ഞത്. കുറേ മൗണ്ടെയ്ൻസ് വൈൽഡ് വുഡ് എന്ന രീതി കുറേ മൗണ്ടെയ്ൻസ് ഒക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതാണ് ഡെവലപ്പേഴ്സ് എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഡെവലപ്പേഴ്സ് പറഞ്ഞ ഭാവിയിൽ നമ്മൾ ഈ ഒരു ഇന്ത്യൻ ബൈക്ക് 3D പേരൊക്കെ മാറ്റി മൊബൈൽ GTA 5 എന്നാക്കുന്നതാണ് ഡെവലപ്പേഴ്സ് ഒക്കെ പറഞ്ഞത്. ഇത് എത്രത്തോളം സത്യം എന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും കിണ്ണം കാച്ചി ഒരു ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഇത്രയൊക്കെ ഉള്ളു പറയാം. നമ്മൾ ഈ ഒരു ഗെയിം നമ്മൾ മൊത്തമുള്ള ചീറ്റ് കോഡ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും മൊത്തത്തിലുള്ള എല്ലാ ചീറ്റ് കോഡ്സും ഇരുന്ന് കാണാം കേസ്. ഓക്കെ, ഇനി നമ്മളെ ഗെയിമിൽ കുറേ ചീറ്റ് കോഡ്സ് ഉണ്ട്. ഇത്രയും മാത്രം വെഹിക്കിൾസ് അല്ല കേസ് ഇനിയുള്ളത്, ഇനിയുണ്ട് കേസ്. മോൺസ്റ്റർ ട്രക്കുകൾ പോലത്തെ ട്രക്കുകൾ നമ്മളെ ഗെയിമിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ട് കേസ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ കേസ് നമ്മളെ ഈ ഒരു ഗെയിമിൽ വേറൊരു സാധനം ഉണ്ട് കേസ്, കൊണ്ടുവരാനായിട്ട് ഇരുന്നൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു നമ്മളെ ലോറി നമ്മളെ JCBക്ക് മണ്ണ് തോണ്ടി എടുക്കുന്ന ഒരു ലോറി കേസ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നല്ല പാട് പിടിച്ച പരിപാടി ആയതുകൊണ്ടാണ് ഡെവലപ്പേഴ്സ് എല്ലാം അത് വിട്ട് കളഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ വിട്ട് കളഞ്ഞിട്ടില്ല. എന്തായാലും ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുവരുന്ന ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ കൺഫേം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിൽ കൊണ്ടുവരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി നമ്മളെ എല്ലാ ഐറ്റംസും ഞാൻ ഈ വീഡിയോസിൽ എല്ലാത്തിലും പറഞ്ഞിട്ടുള്ള എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസും നമ്മളെ ഗെയിമിലോട്ട് വരുവാണ്. പിന്നെ ഞാൻ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് കാണാൻ ഞാൻ ജസ്റ്റ് നമ്മളെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ടിട്ടൊക്കെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇതിന് തന്ന സപ്പോർട്ട് ആ ഒരു ചാനൽ കൂടെ തരാം. അപ്പോൾ അതിൽ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3Dയുടെ ഗെയിം പ്ലേ ഇടും. പിന്നെ നമ്മൾ നാളെ അല്ലെങ്കിൽ ഇന്നായിട്ട് നമ്മളൊരു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ അതായത് ചാനൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകണം. അത് ഓരോ വെബ് സീരീസ് ആയിട്ട് വെബ് സീരീസ് എല്ലാം നമ്മൾ ഓരോ പാർട്ടായിട്ടായിരിക്കും മൈൻക്രാഫ്റ്റിൻ്റെ സീരീസ് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നതൊക്കെ. അപ്പോൾ അതിന് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഒരു വീഡിയോ എല്ലാം കൂടെ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൽ കുറേ മോൺസ്റ്റേഴ്സ് വരാനുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സൈറോണട്ട് എന്ന് പറഞ്ഞ മോൺസ്റ്റർ വരാനുണ്ട്. പിന്നെ കുറേ അനിമൽസ് വരാനുണ്ട്. നമ്മൾ ആ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTAയിലുള്ള പോലെ കുറേ അനിമൽസ് നമ്മളെ ഈ ഒരു ഗെയിമിൽ വരാനായിട്ടുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാത്തിരിക്കുക. അപ്പോൾ അതൊക്കെ എന്തായാലും നല്ല രീതിയിൽ തന്നെ താമസിക്കുന്ന ഡെവലപ്പേഴ്സ് എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞതൊക്കെ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.